മറുവശത്ത് ഇപ്പോഴും ഈ ദൗത്യത്തിന് നേതൃത്വം കൊടുക്കുന്ന ഇന്ദ്രബാലൻ സാർ പറയുന്നു, ഇപ്പോഴും നമ്മൾ അനുമാനങ്ങളുടെ പുറത്താണ് നമുക്ക് പരിശോധനകൾ നടത്താൻ കഴിയുക. അതുകൊണ്ട് ജീവൻ അപായപ്പെടുത്തിയുള്ള, ജീവനെ റിസ്ക് ചെയ്തുകൊണ്ടുള്ള ഒരു പരിശോധനകളെയും താൻ പിന്തുണയ്ക്കില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞത് ഇനിയൊരു സാധ്യത വേണമെങ്കിൽ അഞ്ചാമതൊരു സ്പോട്ട് അതുമാകാം എന്നാണ്. അപ്പോൾ എല്ലാം പ്രോബബിലിറ്റിയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ ഘട്ടത്തെ, ഇന്നത്തെ തിരച്ചിലിനെ താങ്കൾ എങ്ങനെ കാണുന്നു, വിലയിരുത്തുന്നു? ഞാൻ ശ്രീ ഗോപികൃഷ്ണൻ, താങ്കളുടെ ആദ്യത്തെ എന്നോടുള്ള സ്റ്റേറ്റ്മെൻറ്റ് പിൻവലിക്കണം. ഇന്ദ്രബാലൻ സാറല്ല ഇത് ലീഡ് ചെയ്യുന്നത്. ഇന്ദ്രബാലൻ സാറ് ഒള്ളിയ ടെക്നിക്കൽ എക്സ്പെർട്ടാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഡ്രോൺ വെച്ചുകൊണ്ടുള്ള സൈറ്റ് ലൊക്കേറ്റ് ചെയ്യാൻ പറഞ്ഞു. അദ്ദേഹം അത് വളരെ ഭംഗിയായി, അദ്ദേഹത്തിൻ്റെ എക്സ്പെർട്ടൈസ് ഉപയോഗിച്ച് വളരെ ഭംഗിയായി 3 ലൊക്കേഷൻ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്തു, 4ാമതൊരു ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്തു. അദ്ദേഹത്തിൻ്റെ അസൈൻമെൻറ്റ് വളരെ സക്സസ് ആയിട്ട് അദ്ദേഹം ചെയ്തു. ദാറ്റ്സ് എ ഗ്രേറ്റ് തിങ്. ഇവിടെ പ്രശ്നം എന്താണ്? ആരാണ് ഇതിനെ നയിക്കുന്നത്? ഇന്ന് ഗവൺമെൻറ്റിൻ്റെ അനുവാദമില്ലാതെ ഒരു മത്സ്യത്തൊഴിലാളി ഇറങ്ങി അവിടെ അദ്ദേഹത്തിൻ്റെ ജീവൻ പണയം വെച്ചുകൊണ്ട് അദ്ദേഹം ഇറങ്ങി. ഒരു പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ കയർ പൊട്ടിപ്പോയി. അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഹൂ ഈസ് ദി റെസ്പോൺസിബിൾ? എന്തുകൊണ്ട് അനുവാദം കൊടുക്കാതെ ഇറങ്ങിയതിന് ശേഷം എസ് പിയും ആളുകളൊക്കെ അവിടെ നിൽക്കുന്നു, MLA ഒക്കെ അവിടെ നിൽക്കുന്നു? ഞാൻ ആദ്യം മുതലേ ഗോപികൃഷ്ണൻ സാറെ പറയുന്ന വളരെ ഗൗരവമായ കാര്യം, ഇത് ജില്ലാ അഡ്മിനിസ്ട്രേഷനിൽ നിന്ന് മാറേണ്ട സമയം കഴിഞ്ഞു. ഇത് സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ഇത് ഏറ്റെടുക്കണം. അതിൻ്റെ നോഡൽ ഓഫീസർ എന്ന് പറയുന്നത് ചീഫ് സെക്രട്ടറിയാണ്. നോഡൽ ഓഫീസറല്ല, കമാൻഡർ ഇൻ ചീഫ് എന്ന് പറയുന്നത് ചീഫ് സെക്രട്ടറിയാണ്, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. ഇപ്പോഴും ഡ്രഡ്ജിങ് മിഷൻ കൊണ്ടുവരണോ വേണ്ട എന്നുള്ള ചർച്ച നടക്കുന്നേ ഉള്ളൂ. ബ്ലൂ ഐ കേട്ടിട്ട് പോലുമില്ല. പിന്നെ കമ്പ്യൂട്ടേഷനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ല. അപ്പം നമ്മൾ ചാനലിലോ അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്ന കാര്യങ്ങൾ കേട്ടുകൊണ്ടല്ല ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സിസ്റ്റം വർക്ക് ചെയ്യേണ്ടത്. ഞാൻ ആദ്യം മുതലേ പറയുകയാണ്, ഫ്രം ദ ഫസ്റ്റ് ഡേ ഓൺവേഴ്സ് ഞാൻ പറയുകയാണ്, ഇതിന് കൃത്യമായ എക്സ്പെർട്ടൈസുകൾ ഒന്നിച്ചിരുന്ന് ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ, ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കാതെയാണ് ഇപ്പോഴും നീങ്ങുന്നത്. അവർ കിട്ടുന്ന സൗകര്യങ്ങൾ വെച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്തു പോവുകയാണ്. അതുകൊണ്ട് ഇവിടെ നിന്ന് പോയ മന്ത്രിമാരോടൊക്കെ ഉള്ള സ്നേഹവും ബഹുമാനവും നിലനിർത്തി പറയട്ടെ, അവർ അടിയന്തരമായി ബാംഗ്ലൂരിൽ കൂടി പോകണം. പോയി ചീഫ് സെക്രട്ടറിയുമായും മുഖ്യമന്ത്രിയുമായും ഈ വിഷയം ചർച്ച ചെയ്യണം. നമ്മുടെ രാജ്യത്ത് ഡൈവ് ചെയ്യാനും അണ്ടർഗ്രൗണ്ടിൽ പോയി ഫോട്ടോ എടുക്കാനും അണ്ടർഗ്രൗണ്ടിൽ പോയി ആൾ പോയാൽ എടുക്കാനും കഴിയുന്ന സാങ്കേതിക വിദ്യ ഇല്ല എന്നൊക്കെ പറയുന്നത് അത്ര സുഖമുള്ള കാര്യമല്ല. ഈ സാങ്കേതിക വിദ്യ ഉണ്ട്. രാജസ്ഥാനിലുള്ള കാര്യം പറയുന്നു, രാജ്യത്തുണ്ട്. അപ്പോൾ രാജ്യത്ത് എവിടെയുണ്ടെങ്കിലും അത്രയും സാങ്കേതിക വിദ്യകളും രാജ്യത്തെവിടെയുള്ള മിഷൻസും വിത്തിൻ സെക്കൻഡ്സിൽ ഹെലികോപ്റ്ററിലും ഫ്ലൈറ്റിലും ഒക്കെ കൊണ്ടുവരാൻ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് അനുസരിച്ച് കേരളം പോലും ഹെലികോപ്റ്റർ വാങ്ങിച്ചിട്ടുണ്ട്. അതുപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ ഹെലികോപ്റ്റർ വാങ്ങിയിട്ടുണ്ട്. ഈ ഫണ്ട് ഉപയോഗിച്ച് തന്നെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഹെലികോപ്റ്ററിലും ഫ്ലൈറ്റിലും വേണമെങ്കിൽ ചാർട്ട് വരെ ചെയ്യാം. കാരണം ഇതൊരു ഡിസാസ്റ്റർ ആണെന്നേ. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ടിൽ ഇതിനെല്ലാം പ്രൊവിഷനുണ്ട്. ആ പ്രൊവിഷൻസ് ഉപയോഗിച്ച് സ്റ്റേറ്റ് ലെവൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ഇതിനകത്ത് പ്രവർത്തിക്കാൻ തീരുമാനിച്ച് അതിൻ്റെ നോഡൽ ഓഫീസറെ ഫിക്സ് ചെയ്ത്, കളക്ടർക്ക് പരിമിതിയുണ്ട്. ഒന്നാമത് അവർക്കൊരു പരിചയക്കുറവ് കാണും, ഇതൊന്നും ചെയ്ത് പരിചയം കാണില്ല. രണ്ടാമത് അവരുടെ ഒരു ഉത്തര കന്നഡയിലെ ഒരു കളക്ടർ വിചാരിച്ചാൽ ഇങ്ങനെ ആളുകളെ മൊബിലൈസ് ചെയ്യാൻ എളുപ്പമല്ല. അതുകൊണ്ട് സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും സ്റ്റേറ്റ് റിലീഫ് കമ്മീഷണർ കാണും. അങ്ങനെ സ്റ്റേറ്റ് റിലീഫ് കമ്മീഷണർ ഈസ് എ ഹയർ പോസ്റ്റാണ്. അങ്ങനെയുള്ള ആളുകൾ ദയവായി ഇതിൻ്റെ കോർഡിനേഷൻ ഏറ്റെടുത്ത് സമാന്തരമായി ബാംഗ്ലൂരിലും അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിലും മീറ്റിങ്ങുകൾ ചേർന്ന് അതിനനുസരിച്ചുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തണം. ഇത് അവസാനം ഇത്രയും ദിവസം സാങ്കേതിക വിദ്യകളും എല്ലാം പ്രയോഗിച്ചിട്ട് അവസാനം ഉടുപ്പിയിലുള്ള ഒരു മത്സ്യത്തൊഴിലാളിയെ വിളിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ലൈഫും കൂടി റിസ്ക് ആക്കിയിട്ട് ഇറക്കി ഇത് പ്രോസസ്സ് ചെയ്യുകയാണ്. ഇതൊരു സയൻറ്റിഫിക് പ്രോസസ്സിംഗ് അല്ല, ഒരു പ്രൊഫഷണൽ അപ്രോച്ച് അല്ല. അത് ദയവ് ചെയ്ത് ഇനിയെങ്കിലും അത് ഉണ്ടാകേണ്ട സമയമായി. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഇത് ഒന്നുകിൽ സ്റ്റേറ്റ് ലെവൽ ടീം ഇത് ടേക്കപ്പ് ചെയ്യണം. അങ്ങനെ സ്റ്റേറ്റ് ലെവൽ ടീം ടേക്കപ്പ് ചെയ്തിട്ട് അവരെ കയ്യിൽ നിൽക്കുന്നില്ല എന്നാണ് കമാൻഡർ ഇൻ ചീഫും പിന്നെ DGPയും അതുപോലെ സ്റ്റേറ്റ് അതോറിറ്റീസും മീറ്റിംഗ് കൂടി ഞങ്ങളുടെ കയ്യിൽ നിൽക്കുന്നില്ലെങ്കിൽ അടിയന്തരമായി നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയെ അറിയിക്കണം. അങ്ങനെ അറിയിച്ചാൽ അവർക്കിത് ടേക്കപ്പ് ചെയ്യാൻ പറ്റും. അത് പ്രൈം മിനിസ്റ്ററാണ് എൻ്റെ ചെയർമാൻ, നമ്മുടെ ക്യാബിനറ്റ് സെക്രട്ടറിയാണ് എൻ്റെ പ്രധാനപ്പെട്ട ഓഫീസർ. അവിടെ അറിയിച്ചു കഴിഞ്ഞ് തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെയും പ്രധാനപ്പെട്ട സാങ്കേതിക വിദ്യകളെയും മെഷീൻസും അവിടെ കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ കൊണ്ടുവന്നുകൊണ്ടുള്ള ഒരു ലോങ് ടേം റെസ്ക്യൂ പ്ലാൻ ആലോചിക്കണം. അല്ലാതെ നാളെ രാവിലെ കിട്ടും, അടുത്ത മൊമെൻറ്റ് കിട്ടും, ഒരു കുറ്റി കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു ലോക ഫീസ് കിട്ടി ഉടൻ തന്നെ അവിടെ കാണുമെന്ന് പറഞ്ഞുള്ള വൈകാരിക പ്രകടനങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ ഉണ്ടാക്കി, പ്രോബബിലിറ്റി പറയുന്ന ലൊക്കേഷനിൽ ആദ്യം നോക്കി, മൂന്നാമത്തെ ലൊക്കേഷനും നോക്കി, പിന്നെ ബാക്കി സ്ഥലങ്ങളും ഇത് 2 ലൊക്കേഷനും നോക്കിയാലും
രണ്ട് ഒബ്ജക്റ്റ് നമുക്ക് കണ്ടുപിടിക്കണം. നമ്മുടെ പ്രൈം ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് പിന്നെ അർജുനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ പിന്നെയുള്ള നമുക്ക് ലോറി കണ്ടുപിടിക്കുക എന്നുള്ളത്. നമുക്കിപ്പോൾ ഈ ലൊക്കേഷനെല്ലാം കണ്ടുപിടിച്ചിട്ട് ലോറി കിട്ടിയതുകൊണ്ട് നമ്മളെ കഥ തീരുന്നില്ല. പിന്നെ അർജുനെ കണ്ടുപിടിക്കണം. ഒഴുക്കുള്ള വെള്ളത്തിലാണ് ഇതെല്ലാം നടക്കുന്നത്, കരയിലല്ല നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഓപ്പറേഷന്റെ വോളിയം ഇപ്പോഴും ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. നമ്മൾ ഈ ലോറിയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് സുഭാഷ് ചന്ദ്രബോസ് സാർ അറിയാമല്ലോ, ലോറിക്കകത്ത് അർജുൻ ഉണ്ടാകും എന്ന അനുമാനത്തിലാണ്. ശരി സാർ, ഞാൻ ഒരു ചെറിയ ഇടവേള എടുക്കട്ടെ. അതെങ്ങനെയാണ് നിങ്ങൾ അനുമാനിക്കുക? 8 മണിക്ക് 8:30 മണിക്ക് നടക്കുന്ന ആക്സിഡന്റിൽ ഒരാൾ ലോറിയിൽ 3:30 മണിക്ക് കിടന്നുറങ്ങിയാൽ അദ്ദേഹം 8:30 മണിക്ക് മുമ്പേ ചായ കുടിക്കാൻ ഇറങ്ങുമോ ഇല്ലയോ? ചായക്കടയുടെ തൊട്ടടുത്താണ്, അവിടെ നിന്ന് ഇറങ്ങുമോ ഇല്ലെന്ന് എന്ത് അസംഷനാണുള്ളത്? അല്ല, ആ അസംഷൻ ഒരു കാരണം, ആ സമയത്ത് ലോറി ഓണായി കിടന്നിരുന്നുവെന്നും അതിന്റെ GPS വർക്ക് ചെയ്തിരുന്നുവെന്നും ഈ ഭാരത് ബെൻസ് സ്ഥിരീകരിച്ചിട്ടുള്ളത് കൊണ്ട് ആ സമയത്ത് ലോറിയിൽ തന്നെ അർജുൻ ഉണ്ടായിരിക്കാനുള്ള സാധ്യത ഒരു ഭാഗത്തുണ്ട്. ഉണ്ട്. അപ്പോൾ ഒരു സംശയമുണ്ട്. ഒരു സാധാരണയായി ലോറി ഒരു ചെറിയ ചായ മാത്രം കുടിക്കാനാണെങ്കിൽ ലോറി ഓൺ ചെയ്തിട്ടിട്ടും ഇറങ്ങും. ആളുകൾ രാവിലെ ഒന്ന് നോക്കി ഓണായി കിടക്കട്ടെ, അത് കറക്റ്റാണ്, രാത്രി ഉറങ്ങിയതാണ് അദ്ദേഹം. വേറെ പ്രോബബിലിറ്റി ഞാൻ പറയുന്നത്, രാത്രി ഉറങ്ങി, വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തു, അവിടെ തൊട്ടടുത്ത് തന്നെയാണ് ചായക്കട, അവിടെ പോയി ഒരു വെറ്റ് ചായ വാങ്ങിച്ചുകൊണ്ട് വരാം എന്ന് ചിന്തിച്ചിരുന്നെങ്കിലോ അങ്ങനെ ഒരു ലോജിക്കും അതിനകത്തുണ്ട്. ഉണ്ട്, ഉറപ്പായിട്ടുണ്ട് അങ്ങനെ ഒരു ലോജിക്ക്. ശരിയാണ്. അതെല്ലാം നമ്മൾ ഈ അനുമാനത്തിന്റെ പുറത്താണ് ഈ പരിശോധന.